ഹരി ഓം. SPYSSNYC മലയാളം ഓൺലൈൻ അദ്വൈതാമൃതം തുടങ്ങി 31ാമത്തെ ആഴ്ചയാണ്. ഇന്നത്തെ സെഷൻ തുടങ്ങാം. അതിനായി ഗുരുസ്തുതി ദൈവദശകം ആലപിക്കാൻ പ്രേമലതയൊക്കെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. ഗുരുസ്തുതി. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദൈവദശകം. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ, നിന്നിടും ദൃഗ് പോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവാ, ദീനാവന പരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹിസ്സ ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിന്റെ കാരുണ്യം ദീർഘകാലം വരേണമേ. ഹരി ഓം. ആത്മോപദേശ ശതകം 43-44 ശ്ലോകം ആലാപനം ഓമനസിക്കാക്ക. ഹരി ഓം. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം, സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്വീലകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം.
പല മതസാരവുമേകമെന്ന് പാരാതുലകിലൊരാനയിലന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലയാതമർന്നിടേണം. ഹരി ഓം. ഇനിയും തുടർന്ന് ആത്മോപദേശ ശതകം ബ്രഹ്മശ്രീ സാന്താനന്ദ സ്വാമിജികളെ എല്ലാ ആദരവോടെ ക്ഷണിച്ചോളൂ. ഹരി ഓം. ഓം സഹനാ ഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആത്മോപദേശ ശതകത്തിന്റെ 45-ാമത്തെ ശ്ലോകത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതൊരു തീർത്ഥയാത്ര കൂടിയാണ്. പുറത്തുള്ള സ്ഥലമോ ക്ഷേത്രമോ ഒന്നുമല്ല നമ്മുടെ തീർത്ഥം എന്ന് പറയുന്നത്. അവനവന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അങ്ങനെ മഹർഷിമാര് നമ്മളെ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ നമ്മൾ മുങ്ങി നിവരുമ്പോഴാണ് ശരിക്കുള്ള ആ ഒരു കൃതകൃത്യത നമുക്കുണ്ടാകുന്നത്. അപ്പോ 45-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഗുരു പറയുകയാണ്, ഒരു മതം അന്യന് നിന്ദ്യം ഒന്നിലോതും കരുവപരന്റെ കണക്കിനൂനമാകും. ധരയിൽ ഇതിന്റെ രഹസ്യം ഒന്നു താനെന്നറിവളവും ഭ്രമമെന്നറിഞ്ഞിടയണം. മതങ്ങളെ കുറിച്ച് നമ്മൾക്ക് ധാരാളം കേട്ടുകേൾവിയൊക്കെ ഉണ്ട്. നമ്മളുടെ ഇംഗ്ലീഷിൽ പറയുന്ന റിലീജിയൻ അല്ല ഇവിടുത്തെ ഈ പറയുന്ന മതം. നമ്മുടെ ഭാരതത്തില് മതത്തെ കുറിച്ച് ഉള്ള കാഴ്ചപ്പാട്, മഹർഷിമാരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അഭിപ്രായോ മതം നാമ മഹതാം തത്വവേദിന. തത്വത്തെ അറിയുന്നവരുടെ അഭിപ്രായമത്രേ മതം എന്നാണ്. ഇപ്പൊ മലയാളത്തിലുള്ള ഒരു വാക്കല്ല അത്, സംസ്കൃതത്തിലുള്ള വാക്കാണ്. അപ്പോ അഭിപ്രായം എന്ന് ആണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. എങ്ങനെയുള്ള അഭിപ്രായമാണ്? നമ്മൾക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള മതം, അതായത് കാഴ്ചപ്പാട്, അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പൊതുവെ റിലീജിയൻ, മതം എന്നുള്ളത് മഹതാം തത്വവേദിന, തത്വവേദികളായിട്ടുള്ള, അതായത് ആത്മാവിനെ കുറിച്ച്, പരമ്പൊരുളിനെ കുറിച്ച് അതിനെ സാക്ഷാത്കരിച്ചിട്ട് ഉണ്ടായിട്ടുള്ള അനുഭവത്തെയാണ് തത്വവേദികളുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ആ പരമ്പൊരുളിനെ സാക്ഷാത്കരിച്ചവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഇവിടെ ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ആ ചൈതന്യം, അതിനെയാണ് ദൈവമെന്നും പരമ്പൊരുളെന്നും പരമാത്മാവെന്നും പരബ്രഹ്മമെന്നൊക്കെ പല പേരുകളിൽ നമ്മൾ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു
സങ്കല്പം, അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് മറ്റ് ഉള്ള ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പോ ശ്രീനാരായണ ഗുരുദേവൻ 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ ഏഷ്യയിലെ ആദ്യത്തേതും ലോകത്തിലെ രണ്ടാമത്തേതുമായിട്ടുള്ള സർവമത സമ്മേളനം വിളിച്ചു കൂട്ടുമ്പോൾ ഇതിൻ്റെ സാരം, അതായത് ഈ ലോകത്ത് ഈശ്വരനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏതെല്ലാം ആചാര്യന്മാരുണ്ടോ അതിൽ വളരെ പ്രബലമായിട്ടുള്ളതാണ് ക്രിസ്തു മതവും ഇസ്ലാം മതവും, അതേപോലെ തന്നെ മറ്റ് ധാരാളം യഹൂദമതം, ഇങ്ങനെ ഒരുപാട് മതങ്ങളുണ്ട്. അപ്പോ ഈ മതങ്ങളെ ചൊല്ലിയാണ് കലഹങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോ കലഹങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് അതിന്റെ ശരിക്കുള്ള കാര്യമാണ്, കാഴ്ചപ്പാടാണ് ഗുരു സൂചിപ്പിക്കുന്നത്. അപ്പൊ എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്നുള്ള അറിവിലേക്ക് ഈ മനുഷ്യർ മാറണം. അത് അറിവിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ടാണ് ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ അത് സംഘടിപ്പിച്ചത്. ഇപ്പൊ ലോകത്തുള്ള പ്രധാനപ്പെട്ട മതങ്ങളുടെ പ്രതിനിധികളെ, വെറും പ്രതിനിധികളല്ല, അതിന്റെ സാരത്തെ ഗ്രഹിച്ചിട്ടുള്ള പണ്ഡിതന്മാരെ അവിടെ ക്ഷണിക്കുകയും അവരുടെ അഭിപ്രായത്തെ അല്ലെങ്കിൽ ആ മതത്തിന്റെ സാരത്തെ അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളോട് സംവദിക്കുകയും ചെയ്തു. അപ്പൊ ആ കവാടത്തിൽ എഴുതി വച്ചത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്നുള്ള മഹിതമായ ഒരു സന്ദേശം. അത് അവിടത്തേക്ക് മാത്രമല്ല, ഈ ലോകത്ത് എവിടെയും അത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോ നമ്മൾ എപ്പോഴും വാദിച്ച് നമ്മുടെ വശം ജയിക്കണം, അത് സ്ഥാപിക്കണം എന്നുള്ള വാശിയാണുള്ളത്. പക്ഷെ ഗുരു പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ നമ്മുടെ സനാതനമായിട്ടുള്ള ആ ധർമ്മം, ആ മതം പറയുന്നത് എന്താണ്? നമ്മൾ വാദിക്കാനും ജയിക്കാനുമല്ല, മറിച്ച് അറിയാനും അറിയിക്കാനുമാണ്. അപ്പൊ നമ്മുടെ സംവാദങ്ങൾ അതൊരു വാദമായിട്ടല്ല കൂട്ടേണ്ടത്, മറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹത്തിന്റെ ഒരു വേദി. പണ്ടുകാലങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ എത്ര നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ വരുമ്പോഴും അതിലൂടെ നമ്മൾക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് ഉള്ള അറിവാണ്. അല്ല മറ്റൊരാളെ വെട്ടിനിരത്തുക എന്നുള്ളത്, അയാളെ അപമാനിക്കുക എന്നുള്ളതല്ല ശരിക്കുള്ള പണ്ഡിതന്റെ വാദത്തിന്റെ ലക്ഷണം. അതുകൊണ്ട് ഗുരു പറയുകയാണ്, ഒരു മതം അന്യന് നിന്ദ്യം. അതായത് ഒരു മതം മറ്റൊരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് നിന്ദ്യമാണ്. എന്തുകൊണ്ടാണ്? മറ്റേ മതത്തെക്കുറിച്ച് അയാൾക്കറിയില്ല. ഇപ്പൊ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ നമ്മളുള്ള അഭിപ്രായം എടുത്താലും അങ്ങനെ തന്നെയാണ്. ഞാൻ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ശരിയാണെന്ന് ഞാൻ ശഠിക്കുകയാണ്. അത് കേൾക്കുന്ന വ്യക്തി അത് അങ്ങനെ തന്നെ വിശ്വസിക്കണമെന്നും അത് തന്നെയാണ് ശരിയെന്ന് അംഗീകരിക്കണമെന്നും ഉള്ള എൻ്റെ ശാഠ്യമാണ് അവിടെ അന്തസ്സംഘർഷം ഉണ്ടാക്കുന്നത്. അത് പിന്നീട് ഗ്രാജുവലായിട്ട് ബഹിസംഘർഷത്തിലേക്ക് വരികയാണ്. ഇപ്പോ ഒരു അച്ഛൻ മകനോട് അല്ലെങ്കിൽ മകളോട് പറയുന്ന കാര്യം അവരുടെ തലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. പക്ഷെ അച്ഛന്റെ ആ ഒരു തലത്തിലേക്ക് കുട്ടികൾ അത് മനസ്സിലാക്കാതെ വരുമ്പോൾ രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായം അവിടെ സംഘർഷത്തിലേക്ക് വഴിവെക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അച്ഛന്റെയും മക്കളുടെയും കാര്യം പറഞ്ഞത്? അത് നമുക്ക് ഏറ്റവും അടുത്തുള്ള നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ. അപ്പോ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് അവരവർ പറയുന്നത് മാത്രം ശരി എന്നുള്ള ആ ശാഠ്യം ഉപേക്ഷിച്ചിട്ട്
മറ്റേയാള് പറയുന്നതും കൂടി ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ അനുഭവത്തെ കൂടി വിലയിരുത്തിക്കൊണ്ട് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് വരിക. അപ്പൊ ഇവിടെ അതുകൊണ്ട് എന്ത് പറയുന്നു? ഒരു മതം അന്യന് നിന്ദ്യം, മറ്റൊരാൾക്ക് അത് നിന്ദ്യമാണ്, അയാൾക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒന്നിൽ ഓതും കരു, ഈ ഒന്നിൽ പറയുന്ന കരു, അതിന്റെ സത്ത എന്ന് പറയുന്നത് എന്താണ്? അവരന്റെ കണക്കിന് ഊനമാകും, മറ്റൊരാളുടെ കണക്കുകൂട്ടലിൽ അത് ദോഷമാണ്. അപ്പോ അത് അവന്റെ കാഴ്ചപ്പാട്, അത്രയേ ഉള്ളൂ. ധരയിൽ ഇതിന്റെ രഹസ്യം, ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ഇതിന്റെ രഹസ്യം, ഇതിന്റെ യഥാർത്ഥത്തിലുള്ള രഹസ്യം ഒന്ന് താൻ, അത് ഒന്ന് തന്നെയാണ് എന്നുള്ള അറിവ്, എന്ത് ചെയ്യണം? ഭ്രമം. അപ്പൊ ഇവിടെ ഈ പലത് ഉണ്ട് എന്നുള്ള തോന്നൽ ഇവന് ശരിയായ രീതിയിൽ ഇതിന്റെ സത്യം ഒന്നാണ് എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം വരെ, ഇതിന്റെ രഹസ്യം ഒന്ന് താനെന്ന് ഉള്ള അറിവ് ഉറയ്ക്കുന്നത് വരെ മാത്രമേ ഈ ഭ്രമം, ഈ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുള്ളൂ. അപ്പോ ഏറ്റവും ലളിതമായിട്ട് നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ ഈശ്വരനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് മഹാന്മാരുടെ യഥാർത്ഥത്തിലുള്ള സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഭരിച്ചു പോരുന്ന ആ ശക്തിവിശേഷം ഒന്ന് തന്നെയാണ് എന്നുള്ള അറിവിന് ഇവർക്ക് തമ്മിൽ യാതൊരു ഭേദവ്യത്യാസവുമില്ല. പിന്നെ ആർക്കാണ് ഈ ഭേദവ്യത്യാസം വരുന്നത്? ഇതിന്റെ മർമ്മം ഗ്രഹിക്കാത്ത ആൾക്ക് ഉണ്ടാകുന്നതാണ് ഭ്രമം എന്ന് നമ്മൾ അറിയണം എന്ന് ഗുരു പറയാണ്. അപ്പം പലമത സാരവും എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോ എന്തുകൊണ്ട് മറ്റൊരാളുടെ മതം നമ്മൾക്ക് തെറ്റായിട്ട് തോന്നുന്നു, നമ്മുടെ മതം മറ്റൊരാൾക്ക് തെറ്റായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ഏതുവരെയാണ് ആ ഭ്രമം നിലനിൽക്കുന്നത് എന്ന് ഗുരു അർത്ഥശങ്കയ്ക്കിട വരാത്ത രീതിയിൽ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോ ഇതിന്റെ സത്യം, ഈ രഹസ്യം അറിയുന്നത് വരെ മാത്രമേ നമ്മൾക്ക് ഈ പ്രശ്നമുള്ളൂ. ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണയിൽ നിന്നുണ്ട് ഉടലെടുത്ത വൈരാഗ്യം, അത് ഒരുപക്ഷെ വേറൊരാളുടെ ഒരു മീഡിയേഷനിൽ രണ്ടു വശവും കേട്ടിട്ട് അത് ഇന്നതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെയുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇത് വിശാലമായ അർത്ഥത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ മതങ്ങൾ തമ്മിൽ കലഹിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ഗുരു പറയണം. അപ്പൊ ഇവിടെ ഒരു വ്യക്തി ജീവിതത്തിലും അതേപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ജീവിതത്തിലും നമുക്ക് ഒരേപോലെ ഇതിന്റെ സത്തയെ നമുക്ക് ഉപയോഗപ്പെടുത്താം. വ്യക്തിയിൽ നിന്നാണ് മറ്റെല്ലാം ഉണ്ടാകുന്നത്, മനുഷ്യനിൽ നിന്നാണ് ഇതെല്ലാം, ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ വ്യക്തി അയാൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടാകണം നമ്മുടെ നിത്യജീവിതത്തിലും അതേപോലെ തന്നെ മറ്റുള്ള അവരുടെ ജീവിതത്തിലും ഒക്കെ ഈ ഒരു തെളിച്ചം. അപ്പോൾ ഓരോ വ്യക്തികളും ഇതുപോലെ അറിവുള്ളവരായിട്ട് മാറുമ്പോഴോ ഇവിടെ പിന്നെ ഭേദചിന്തകളില്ല, ഇവിടെ പിന്നെ വഴക്കുണ്ടാവുന്നില്ല, ഇവിടെ കുതികാല് വെട്ടുണ്ടാവുന്നില്ല, ദൈവങ്ങളുടെ പേരിൽ വഴക്കുണ്ടാകുന്നില്ല, രാഷ്ട്രീയത്തിന്റെ പേരിൽ വഴക്കുണ്ടാകുന്നില്ല. പല പല കൾട്ടുകൾ, ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഒന്നും പേരിൽ യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ, ഭേദചിന്തയുമില്ലാതെ ഇവിടെ സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാക്കി നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോ അതുകൊണ്ട് ഗുരുക്കന്മാർ ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള, കാരണം സമഗ്രമായി ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ള ഗുരുക്കന്മാരുടെ വാക്കുകളിൽ നമ്മൾക്ക് ശ്രദ്ധയുണ്ടാകണം. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യവധാരണ ശാശ്രദ്ധ. അപ്പൊ ഭാഗികമായിട്ടല്ല നമ്മൾ ഒന്നിനെ മനസ്സിലാക്കേണ്ടത്, സമഗ്രമായിട്ടായിരിക്കണം. അതുകൊണ്ട് ഒരു മതമന്യന് നിന്ദ്യമൊന്നിലോതും കരുവപരന്റെ കണക്കിനൂനമാകും, ധരയിൽ ഇതിന്റെ രഹസ്യം ഒന്നു താനെന്നറിവളവും
ഭ്രമം എന്നറിഞ്ഞിടണം. അപ്പൊ നമ്മൾ ഇത് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭ്രമം ഫിലോസഫിക്കലായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഇൻഡിവിജ്വൽ പേഴ്സണൽ ലൈഫിലും നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ അറിവുകൾക്ക്, ഈ അറിവെന്ന് മാത്രമല്ല, നമ്മൾ ആധ്യാത്മികമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന, സ്വാംശീകരിക്കുന്ന അറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബുദ്ധിയിൽ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന തെറ്റായ ധാരണകളെ തിരുത്തുവാൻ പര്യാപ്തമാക്കി എടുക്കണമെന്നുള്ളതാണ്. അതിനെ ആ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വ വികാസം അല്ലെങ്കിൽ ഹൃദയ വികാസം ഒക്കെ ഉണ്ടാകുന്നത്. അവിടെ നമ്മുടെ ക്ഷയന്തേ ചിഹ്ന സംശയാഹ, അപ്പോൾ അവിടെയാണ് നമ്മുടെ എല്ലാ സംശയങ്ങളും ക്ഷയിച്ചു പോകുന്നത്, അവിടെ ഹൃദയഗ്രന്ഥി തുറക്കുന്നത്. അപ്പോ നമ്മളുടെ യോഗ ശാസ്ത്രപ്രകാരം കുണ്ടലിനി ശക്തിയൊക്കെ ഇങ്ങനെ ഉണർന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയഗ്രന്ഥി തുറക്കുമ്പോഴാണ് നമ്മുടെ പരിപൂർണമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഇല്ലാതാകുന്നത് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾക്ക് ഓരോരുത്തർക്കും ആ രീതിയിലേക്ക് മാറുവാൻ, ആ തെളിച്ചത്തിലേക്ക് നമുക്ക് ഉണരുവാനായിട്ട് സാധിക്കണം. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് നോക്കുമ്പോഴോ 46-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഗുരു ഒന്നുകൂടി പറയാണ്, പൊരുതു ജയിപ്പത സാധ്യം, ഒരു മതവും പൊരുതാലൊടുങ്ങുവീല, പരമത വാദീതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. അപ്പൊ പൊരുതു ജയിപ്പത് അസാധ്യം, ഒരു മതവും. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ജയിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമെന്നാണ് ഗുരു പറയുന്നത്. ഈ മതങ്ങൾ തമ്മിൽ ഉള്ള ആ ഫൈറ്റ് മാത്രമല്ല, മറിച്ച് നമ്മളുടെ ഈഗോ, അല്ലെ? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഈഗോ ഉണ്ട്. ഞാൻ എന്ന ഭാവം, നമുക്ക് നമ്മുടെ ഈഗോ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരാളുടെ അടുത്ത് പോയി നമുക്കറിയാത്ത കാര്യം ചോദിക്കാൻ നമുക്കൊരു ജാള്യത ഉണ്ടാവും. അതേപോലെ നമ്മൾ ഒന്ന് കുനിഞ്ഞു കൊടുക്കുക, നമ്മളൊന്ന് വഴിമാറി കൊടുക്കുക, അങ്ങനെയൊക്കെ പലർക്കും സാധിക്കില്ല. നമുക്കൊന്ന് പുഞ്ചിരിക്കുവാൻ നമുക്ക് ഒരു കാശ് മുടക്കില്ലാത്ത കാര്യമാണ്. അതുപോലെ നമ്മളൊരു അധികാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് മാറാതെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ. അപ്പൊ എല്ലാവർക്കും എല്ലാം നമുക്ക് അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ രീതിയിലേക്ക് പോകുവാനുള്ള ഒരു മനസ്സ്, ബുദ്ധി ഒക്കെ നമുക്കുണ്ടാകണം. പക്ഷെ അതില്ലാതെ നമ്മൾ എപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുക, നിരന്തരം പൊരുതുക, അതിൽ നമുക്ക് ജയിക്കാൻ സാധ്യതയില്ല. അപ്പൊ ഇവിടെ ഈ ദൈവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മതങ്ങളുടെ ഇങ്ങനെയുള്ള ഒന്ന് മാത്രമാണ് ശരിയെന്നുള്ള ആ കടുംപിടുത്തത്തിൽ രണ്ടു കൂട്ടരും ഇങ്ങനെ പോകുമ്പോൾ, സമാന്തരമായിട്ട് പോകുമ്പോൾ അവിടെ ജയം അസാധ്യമാണ്. അപ്പോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് തുടങ്ങി നമ്മളിങ്ങനെ പ്രകൃതിക്കെതിരായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മലങ്കടപ്പ് കിടന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റിരിക്കുവാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തു, നമ്മൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്തു. അതിനുശേഷം ഇരുന്നതിന് ശേഷം നിൽക്കുവാനുള്ള ഫൈറ്റ് ചെയ്തു. അപ്പൊ പ്രകൃതിയോട് നമ്മളിങ്ങനെ പൊരുതുകയാണ്. അങ്ങനെ പലതും നമ്മൾ നേടുന്നുണ്ട്. പിന്നെ നടക്കുന്നു, പിന്നെ ഓടുന്നു, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അത് ആ ലെവലിൽ ശരിയാണ്. പക്ഷേ ആശയപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഫൈറ്റ് ആജീവനാന്തം നിലനിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ലോക രാഷ്ട്രങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാ രാഷ്ട്രങ്ങളും തമ്മിലും അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അതിർത്തി വീണ്ടും വിപുലപ്പെടുത്താൻ നോക്കുന്നു, അവരുടെ ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നു. അത് മറ്റുള്ളവര് താൻ പറയുന്നത് കേൾക്കണമെന്നുള്ള ധാരണയോടുകൂടി ആ ഒരു ഈഗോയിൽ അവര് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ മതത്തിന്റെ പേരിൽ ഫൈറ്റ് ചെയ്യുന്നു, ജാതിയുടെ പേരിൽ അത് ഉറപ്പിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. ഇങ്ങനെ എവിടെയൊക്കെ നോക്കുമ്പോഴും ഇങ്ങനെ പൊരുതുക, ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് അവന്റെ ഒരു സ്വഭാവമാക്കി മാറ്റിയിരിക്കണം മനുഷ്യന്റെ. അത് ഇങ്ങനെ ഈ മറുകര എത്തിയ ആളുകൾ, അതായത് സാക്ഷാത്കാരം നേടിയിട്ടുള്ള മുനികൾ, മഹർഷിമാർ,
അവര് പറയുന്നു അത് നമ്മുടെ എനർജി, നമ്മുടെ ടൈം, നമ്മുടെ മണി, നമ്മുടെ ഹെൽത്ത്, ഇതെല്ലാം നമുക്ക് നശിച്ചു പോകാനല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ലെന്നുള്ളതാണ്. പല ആളുകളുടെയും ടെൻഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അൺനെസസറി ആയിട്ട് അവർ ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. യാതൊരു കാര്യം ഉണ്ടാവില്ല. ഇവരിങ്ങനെ ഓരോന്ന് ആലോചിച്ച് പലതും ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട്. അപ്പോ വീട്ടിൽ അതിനനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ ഈഗോയിൽ നിന്നാണ്. ഇനി രണ്ടുപേര് തമ്മിൽ ഭയങ്കര ഫൈറ്റ്, ഞാൻ വലുതാണ്, ഞാൻ വലുതാണ്. ഒരിക്കൽ ഒരു ഫാമിലി എനിക്കറിയാവുന്നവരാണ്. അവർക്ക് 2 കുട്ടികളാണ്. ആ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കണം. അപ്പൊ രാവിലെ വൈഫ് നേരത്തെ എഴുന്നേൽക്കണം. അപ്പൊ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കുട്ടികളെ വേണ്ടുന്ന കാര്യങ്ങൾ നോക്കണം, ഭക്ഷണം പാചകം ചെയ്യണം. അതിനിടയ്ക്ക് ഭർത്താവ് വന്നിട്ട് ചായ വേണമെന്ന് പറയുന്നു. അപ്പോ ഇവര് ചോദിക്കുന്നത്, ഇദ്ദേഹത്തിന് ചായ ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം? ഞാനൊരു ജോലി ചെയ്യുകയല്ലേ, കുട്ടികളെ നോക്കുകയല്ലേ. പക്ഷെ അതൊന്നും മറ്റേ ആൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ അയാള് പറയുന്നത്, ഞാൻ ഒരു ദിവസം ചായ ഉണ്ടാക്കിയാൽ പിന്നെ ദിവസവും ചായ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഈഗോ ആണ്, അദ്ദേഹത്തിന്റെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അപ്പൊ ഇവിടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്നതും ഇതുപോലെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അപ്പൊ ഇത് തമ്മിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പൊരുതി ജയിക്കാനുള്ള അവിടെ ഒരു സമവായം, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നമ്മൾക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു ബാലൻസ്, സമത്വം എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? അപ്പോൾ അതിനും മാത്രം നമ്മളുടെ ഈഗോയെ നമ്മൾ വളം വെച്ചു കൊടുത്ത് വളർത്തിയിരിക്കുകയാണ്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പിന്മാറണം. അല്ലെങ്കിൽ നമ്മൾ അതിനെ രണ്ടുപേരും മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പിന്നെ ഫൈറ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ മതങ്ങളുടെ വിഷയത്തിലും ഇത് തന്നെയാണ്. ഒരു ഈശ്വരൻ മാത്രമാണ് ശരിയെന്ന് ഒരാൾ പറയുന്നു, മറ്റൊരാളും പറയുന്നു അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഗുരു അതുകൊണ്ട് പറയുന്നു, ഇങ്ങനെയുള്ള കാര്യത്തിലും അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഓരോരുത്തരും അവരവരുടെ ഇപ്പോ കണ്ണില്ലാത്തവന്റെ ലോകം, അല്ലെങ്കിൽ കാതില്ലാത്തവന്റെ ലോകം, സ്പർശന ശക്തി ഇല്ലാത്തവന്റെ ലോകം എന്ന് പറയുന്നത് മറ്റ് ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നാണ്. കണ്ണില്ലാത്തവൻ പറയുകയാണ്, ഇവിടെ സൂര്യൻ, നിങ്ങൾ ഈ പറയുന്ന സൂര്യനൊന്നും ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇവിടെ പ്രകൃതി ഇത്ര സൗന്ദര്യമുള്ളതാണെന്ന് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ കാണുന്നില്ല, കാണാത്തത് കൊണ്ട് ഇവിടെ ഒന്നും ഇല്ല. അപ്പൊ ഒരു ഇന്ദ്രിയത്തിന്റെ അഭാവം കൊണ്ട് അയാൾ അനുഭവിക്കുന്ന, അപ്പൊ അയാളുടെ കാഴ്ചപ്പാട് അതാണ്. അപ്പൊ 4 ഇന്ദ്രിയങ്ങൾ മാത്രമേ അയാൾക്ക് വർക്ക് ചെയ്യുന്നു. അതുപോലെ ഓരോരുത്തരും അതില്ലാതിരിക്കുമ്പോൾ, അപ്പോ ഓരോ ഇന്ദ്രിയങ്ങളുടെയും കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ് അയാൾ വിലയിരുത്തുന്നതും മറ്റുള്ളവരോട് പെരുമാറുന്നത്. അപ്പൊ നമ്മളും എന്താണ് അതിനെ സമഗ്രതയിൽ കാണാൻ ശ്രമിക്കുക. നമ്മുടെ പരിമിതി, നമുക്ക് എവിടെയാണ് അതിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നത്. അപ്പോ സത്യത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അതിന്റെ അനുയായികളായിട്ട് വരുന്നവർക്കാണ് പ്രശ്നങ്ങൾ. അപ്പോ ഈശ്വരന്റെ പേരിൽ നമ്മൾ വഴക്ക് കൂടുന്നതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ഈ പൊരുതൽ അതിസങ്കീർണമായി കൊണ്ടിരിക്കുന്നു. അപ്പോ അതിനൊരു റിലാക്സേഷൻ എന്ന് പറയുന്നത് അവിടെ അറിവ്, നോളജ്, അതായത് സെൽഫ് നോളജ്, അവനവനെ കുറിച്ചുള്ള അറിവ് ഉണ്ടാകുക. അപ്പോൾ പരമ്പൊരുളിനെ നമുക്ക് ഈ പരിമിതമായിട്ടുള്ള മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ പറ്റിയിട്ടല്ല. പക്ഷെ ഇതിനെ തടസ്സമായിട്ട് നിൽക്കുന്ന ഇന്ദ്രിയങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. തടസ്സമായിട്ട് നിൽക്കുന്ന ഏതൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഈ ഷഡ്വൈരികളാണ് നമ്മുടെ ഇവിടെ പൊരുതിക്കൊണ്ടിരിക്കുന്നത്, നമ്മളെ പൊരുതാൻ പ്രേരിപ്പിക്കുന്നത്. ഈ ജീവനെ കൂടുതൽ പൊരുതുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ പൊരുതിയാൽ ഒരു മതവും പൊരുതാൻ ഒടുങ്ങുകയില്ല. അതിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധ്യമല്ല. പിന്നെയോ പരമതവാദി ഇത് ഓർത്തിടാതെ
പരമതവാദി, മറ്റവന്റെ മതം തെറ്റാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ വ്യക്തി, അതാണ് പരമതവാദി. ഇതിന്റെ സത്യം മനസ്സിലാക്കാതെ തൻ്റെ എനർജിയും തൻ്റെ ടൈമും തൻ്റെ പണവും ഒക്കെയാണ് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നത് എന്ന് അറിയാതെ, അതിനെക്കുറിച്ച് ഓർക്കാതെ അത് പാഴായി പോവുകയാണ്. പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. അപ്പോ ഒരിക്കലും ഈ തത്വമറിയാതെ നമുക്കൊരിക്കലും ഇതിനെ അതിജീവിക്കുവാനായിട്ട് സാധ്യമല്ല എന്നുള്ള ബുദ്ധി നമുക്കുണ്ടാകണം. അങ്ങനെയുള്ളൊരു ബുദ്ധി നമുക്ക് എപ്പോഴാണോ ഉണ്ടാകുന്നത്, അതും തിരിച്ചറിയേണ്ടത് ഈ ബുദ്ധി കൊണ്ട് തന്നെയാണ്. അപ്പോ ഇങ്ങനെയുള്ള തിരിച്ചറിവ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, ഡേ ടു ഡേ ലൈഫിൽ വളരെ അധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. എപ്പോഴും ഇത് നമ്മൾ ഒന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഇതിനെ എപ്പോഴും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ, മനനം ചെയ്തുകൊണ്ടിരുന്നാൽ, തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വെളിയിൽ വരാൻ സാധിക്കും. അപ്പോൾ പലർക്കും വെളിയിൽ വരാൻ പറ്റാത്തതിന്റെ കാരണം ഇതാണ്. അവർ വീണ്ടും വീണ്ടും പരമതവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഇപ്പൊ നമ്മള് മതത്തെക്കുറിച്ചുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നതെങ്കിലും നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരാണ്. കുശുമ്പും കുന്നായ്മയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ വന്നാലോ, ഒരു ആശ്രമത്തിൽ വന്നാലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊതു ഇടങ്ങളിൽ വന്നാലോ, വിവാഹത്തിന് പോകുമ്പോഴും മരണത്തിന് പോകുമ്പോഴും ഒക്കെ എവിടെ ആളുകൾ ഒന്നിച്ചു കൂടുന്നുണ്ടെങ്കിലും അവിടെ പരമതവാദം അവിടെ നമുക്ക് ശക്തമായിട്ട് കാണാൻ പറ്റും. ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള അതിഗഹനമായിട്ടുള്ള ചർച്ചകൾ എന്ന് തോന്നും വിധം അവിടെ ചർച്ചകളാണ്. പക്ഷെ ഈ ചർച്ചകൾ അവനവന് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. അവിടെ പാഴേ പൊലിഞ്ഞിടും. അതെല്ലാം പൊലിഞ്ഞു പോകും. അത് നമുക്ക് നമ്മുടെ എനർജി വേസ്റ്റ് ആണ്. നമ്മൾ ഈ അസൂയയും മറ്റൊരാളുടെ അസൂയ, മറ്റൊരാളെ കുറിച്ചുള്ള കുറ്റങ്ങൾ, ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കുകയും അത് മറ്റൊരാളോട് പറയുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് എത്രമാത്രം അറിവ്, നമുക്ക് എത്രമാത്രം നമ്മുടെ എനർജി നഷ്ടപ്പെടുന്നു. നമ്മുടെ ശരീരം ത്തിന് അസുഖം ഉണ്ടാകുന്നു, മനസ്സിന് അസുഖം ഉണ്ടാകുന്നു, ബുദ്ധി വികലമാകുന്നു. ഇങ്ങനെ 100 കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ പരമതത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്താനുള്ള ശ്രമമല്ല നമ്മൾ നടത്തേണ്ടത്. അവനവന്റെ കുറവുകളെ, അതായത് അവനവന്റെ മനസ്സിന്റെ ചാബല്യങ്ങളെ, ബുദ്ധിയുടെ വികാസമില്ലായ്മയെ, വക്രബുദ്ധിയെ ഒക്കെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ അതിജീവിക്കേണ്ടത്, ഓവർകം ചെയ്യേണ്ടത്. അപ്പോ ഇങ്ങനെ അത് നമ്മുടെ സമസ്ത മേഖലകളിലും ഈ പരമതവാദം നമ്മളെ തളർത്തി കളയുന്നുണ്ട്. നമ്മുടെ അത് ആക്കി കളയുവാൻ, നമ്മുടെ ഈ ജന്മത്തെ തന്നെ പാഴാക്കി കളയുവാനുള്ള കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഗുരുക്കന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ലളിതവൽക്കരിച്ച് സൂചിപ്പിക്കുമ്പോഴും അതിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ അത് ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് കൂടി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോ അങ്ങനെ നമ്മൾ അതിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തില് വെളിച്ചമുണ്ടാകുന്നത്, നമ്മൾ സ്വതന്ത്രരാകുന്നത്, നമ്മൾക്ക് പരിപൂർണമായിട്ടുള്ളൊരു അവയർനെസ്സോടുകൂടി ജീവിക്കാനായിട്ടൊക്കെ സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവനവന്റെ ഈ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഇതിന്റെ അർത്ഥതലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ശ്ലോകങ്ങൾ യാന്ത്രികമാക്കിയിട്ട് കാര്യമില്ല, അതിന്റെ അർത്ഥതലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ആദ്യം വളരെ ക്ലിഷ്ടമായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാലും നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ട് അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ഗൃഹ്യതേ,
അപ്പോൾ നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നമുക്കത് സ്വായത്തമാക്കി എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു അറിവിനെ നമ്മൾ സ്വായത്തമാക്കിയാലുള്ള ഗുണം അവരവർക്ക് മാത്രമല്ല, അത് മറ്റുള്ളവർക്കും നമുക്കൊരു വഴികാട്ടിയായിട്ട് നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ. പൊരുതു ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുകയില്ല. പരമതവാദി ഇതോർത്തിടാതെ വാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. അപ്പൊ ആ ബുദ്ധിയിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കട്ടെ. ഇനിയോ അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 47-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഒരു മതമാകുവതിനുരപ്പതെല്ലാവരും ഇത് വാദികളാരും ഓർക്കുവില്ല. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിന്റെ രഹസ്യം ഇങ്ങശേഷം. അപ്പോ ഒരു മതം ആകും അതിന്. ഈ ലോകത്തിലുള്ള എല്ലാവരും ഒറ്റ മതത്തിൽ വിശ്വസിക്കുന്നവരാകണം എന്ന് വിചാരിക്കുന്ന എല്ലാവരും വിചാരിക്കുന്ന അങ്ങനെ തന്നെയാണ്. എല്ലാ മതവാദികളും പറയുന്നതും ഇത് തന്നെയാണ്. പക്ഷെ അവരൊന്നും ഈ കാര്യം ഓർക്കുന്നില്ല. എല്ലാ വാദഗതികളും ചെന്ന് അവസാനിക്കുന്നത് ഈ സത്യം ഒന്ന് തന്നെയാണ്, അവനവൻ പറയുന്ന അത് മാത്രമാണ് ശരിയെന്നുള്ള വാദത്തിലേക്ക് എല്ലാവരും എത്തിപ്പെടണമെന്നുള്ള ആ ആഗ്രഹം പരമതവാദികൾ എന്ത് ചെയ്യുന്നില്ല, ആരും ഓർക്കുന്നില്ല. പിന്നെയോ വാദം ഒഴിഞ്ഞ പണ്ഡിതന്മാർ, ഈ പരമതവാദം ഒഴിഞ്ഞവർ, അവര് മാത്രമാണ് ഇതിന്റെ രഹസ്യം അറിഞ്ഞിട്ടുള്ളവർ. അവര് ഒരു കാരണവശാലും ഏത് മതത്തെ കുറിച്ചായാലും അവര് വാദിക്കാറില്ല. കാരണം വാദം ഒഴിയുമ്പോഴാണ്, പരിപൂർണമായിട്ടുള്ള ഇങ്ങനെയുള്ള ഈഗോ മാറുമ്പോഴാണ് ശരിക്കുള്ള ആ സത്ത, ആ സാക്ഷാത്കാരം അയാൾക്കുണ്ടാകുന്നു. അപ്പൊ അതോടുകൂടി എല്ലാ വാദങ്ങളും അയാളിൽ നിന്ന് വിട്ടുപോവുകയാണ്. അപ്പോ ഈ കാരണം കൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ വാദങ്ങൾ ഒന്നും തന്നെ തനിക്കില്ല എന്നും, അതേപോലെ തന്നെ മറ്റുള്ളവരും ആ വാദമൊഴിഞ്ഞ് ശാന്തചിത്തരായിട്ട് ആനന്ദ ചിത്തരായിട്ട് ഇവിടെ വസിച്ച് കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചതും അതിനുവേണ്ടിയുള്ള വേദി ഒരുക്കിയതും. ആലുവ അദ്വൈതാശ്രമമാണ് അതിനുള്ള വേദി ആയത്. പ്രഗത്ഭന്മാരായിട്ടുള്ള വ്യക്തികൾ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോ ഇതേപോലെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു മത സമന്വയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ധാരാളം നടക്കുന്നു. അത് പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളിൽ ആകർഷകരായിട്ട് വരുന്ന ആളുകൾ, അത് ഒരു പ്രത്യേക സമുദായമോ ദേശമോ ഒന്നുമല്ല. അതെല്ലാം ഈ പണ്ഡിതന്മാരല്ലാത്ത ആളുകൾ ഉണ്ടാക്കിയ ചില ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഒക്കെ പേരിൽ അവർ മനുഷ്യനെ മനുഷ്യനായി കാണാതെ മൃഗങ്ങളെക്കായും വളരെ മോശമായിട്ട് കാണുകയും അതുപോലെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഈ പ്രബുദ്ധ കേരളത്തില്
പ്രബുദ്ധത നേടുന്നതിന് മുൻപ് ഉണ്ടായി എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. മറ്റ് സംസ്ഥാനങ്ങളിലും അതൊക്കെ ഇപ്പോഴും അതിൻ്റെ പല ഭാവത്തിലും തീവ്രതയിലും അത് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. ഇത്രയും പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിൽ പോലും ഇന്നും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ അവസ്ഥ, അതൊക്കെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഈ പരമതവാദം ഒഴിഞ്ഞ് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അപ്പൊ പലപ്പോഴും അതിനുള്ള ക്ഷമ ഒന്നും നമ്മുടെ നേതാക്കന്മാർക്കോ ആ ലീഡർഷിപ്പിൽ ഇരിക്കുന്നവർക്കോ ഉണ്ടാകാറില്ല. ക്ഷമയുടെ അഭാവം മാത്രമല്ല, അവർക്ക് അങ്ങനെയുള്ള ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട്. അപ്പോ ഈ ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്കും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ ഇടയ്ക്കൊക്കെ നമുക്കത് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കണം. പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതം അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നൂറായിരം പ്രശ്നങ്ങൾ അതിൽ വരാറുണ്ട്. അപ്പൊ നമ്മുടെ ഇതെല്ലാം വിട്ടുപോകും. നമ്മൾ ഇതുവരെ അടുക്കി കെട്ടി പൊക്കിക്കൊണ്ടുവന്ന ആ സൗധം തകർന്ന് തരിപ്പണമാകും. എന്തുകൊണ്ടാണ്? അടിത്തറ ഉറയ്ക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അടിത്തറ കൃത്യമായ രീതിയിൽ ഈ ജ്ഞാനത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അടിപതറില്ല. നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. അടിപതറുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ഫൗണ്ടേഷൻ ശരിയായ രീതിയിൽ ഇടാത്തത് കൊണ്ടാണ്. അപ്പോ ഗുരുവിന്റെ മുമ്പിൽ എത്രയോ ആളുകൾ ഏതെല്ലാം രീതിയിൽ ഒക്കെ വന്ന് അവരവരുടെ മതത്തെ സമർത്ഥിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ സനാതന ധർമ്മത്തിലെ ഹിന്ദു മതത്തിലെയും ഇസ്ലാം മതത്തിലെയും ക്രിസ്ത്യൻ മതത്തിലെയും ഒക്കെ പല പണ്ഡിതന്മാർ ഗുരുവുമായിട്ടൊക്കെ ഈ മതത്തെക്കുറിച്ച് അതിന്റെ ശാസ്ത്രീയതയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഒക്കെ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളും അതനുസരിച്ച് നമ്മുടെ തലത്തിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ ആ അറിവിന്റെ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ മറ്റുള്ളവരോട് പെരുമാറേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് അതിന് സാധിക്കും. ഒരു മതമാകുവതിനുരപ്പതെല്ലാം വരും, ഇതു വാദികളാരും ഓർക്കുവീല. പരമതവാദി വാദമൊഴിഞ്ഞ പണ്ഡിതന്മാരറിയും ഇതിന്റെ രഹസ്യമിങ്ങശേഷം. അപ്പൊ എന്തായാലും നമ്മൾക്കും ഇതിന്റെ രഹസ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരായിട്ട്, പണ്ഡ എന്ന് പറയുന്നത് ആത്മവിഷയത്തിലുണ്ടാകുന്ന തെളിച്ചമാണ്. പണ്ഡ ആത്മവിഷയാബുദ്ധി. അപ്പോൾ അതിനൊക്കെ സാധിക്കട്ടെ എന്ന് നമുക്ക് ആ രീതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നമുക്ക് തുടങ്ങാം. ഇനി 48-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് 48-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോ ഇതിന്റെ ഒരു സമ്മറി ആയിട്ട് ഗുരു പറയുകയാണ്. എന്ത്? തനുവിൽ അമർന്ന ശരീരി തന്റെ സത്താ തനുവിൽ ഇതെന്റെ എന്ന് സർവം തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു. സാക്ഷാൽ അനുഭവശാലികളാം ഓർക്കിലാരും. ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു അവനവന്റെ അനുഭവത്തെ ഗുരു ചൂണ്ടിക്കാട്ടുകയാണ്. തനുവിലമർന്ന ശരീരി, ഈ ശരീരത്തിൽ ഇരിക്കുന്ന ശരീരി, ഈ ജീവൻ അല്ലെങ്കിൽ സത്ത എന്ത് ചെയ്യുന്നു? തന്റെ സത്താതനുവിൽ, തന്റെ യഥാർത്ഥത്തിലുള്ള ആ ശരീരത്തിൽ, അതായത് സത്താതനു എന്ന് പറയുന്നത് ആ ചൈതന്യമാകുന്ന ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇത് എന്റേത്, ഇത് എന്റേത് എന്ന് ഇങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനെയും കുറിച്ച് പറയുകയാണ്. സത്താ തനുവിൽ അതെന്റെ, ഇതെന്റെ, പല ഇതില് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെയോ തനുതയൊഴിഞ്ഞ് ഇതിന്റെ ശരിക്കും
അതും താനും ഒരുപോലെ ശരീരത്തോട് കൂടി ഇരിക്കുന്നതാണ്. അത് ശരിയായ രീതിയിൽ ധരിച്ചിടുന്നു. അത് മറന്നിട്ട്, ഇതിന്റെ യഥാർത്ഥ സ്വരൂപം മറന്നിട്ട് തെറ്റായ രീതിയിൽ ധരിച്ചിടുന്നു. എന്തുകൊണ്ടാണ്? എന്റേതെന്നുള്ള മമത ഉണ്ടാകുന്നതിന്റെ കാരണം. എല്ലാം എന്റേത്, ഇതെന്റെയാണ്, അതെന്റെയാണ്, ഇങ്ങനെ ഉള്ള ആ സംഭവങ്ങളെല്ലാം ഈ പരിമിതമായിട്ടുള്ള ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ശരീരി, ഈ സത്താതനു, അതിന്റെ ആ മായയുടെ അല്ലെങ്കിൽ ആ ഒരു പരിമിതമായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് തെറ്റായിട്ടുള്ള ആ അറിവ് വെച്ചുകൊണ്ട് എന്റെയാണ്. അപ്പൊ ഞാൻ ഇതിലൊക്കെ അന്തർധാരയായിട്ട്, ഇതിന്റെ അടിത്തറയായിട്ട് വർത്തിക്കുമ്പോൾ അത് തിരിച്ചറിയാതെ ആണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഗുരു പറയുന്നു, ഇത് ഇങ്ങനെ ഈ രീതിയിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ സാക്ഷാൽ അനുഭവശാലികളാം ഓർക്കിൽ ആരും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതിനെ വിശകലനം ചെയ്ത് നോക്കി മനസ്സിലാക്കുമ്പോഴോ ഈ പരമ്പൊരുളല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള അറിവ് എവിടെ നിന്നുണ്ടാകുന്നു? നമ്മുടെ ഈ തെളിഞ്ഞ സാധന കൊണ്ട് അല്ലെങ്കിൽ ഈ വിശകലനം കൊണ്ട് തെളിഞ്ഞ ആ ഹൃദയാകാശത്തിൽ ഉണ്ടാകുകയാണ്. അപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആ ഇതിന്റെ ആത്മാവിന്റെ, പരമാത്മാവിന്റെ, പരമ്പൊരുളിന്റെ, പരബ്രഹ്മത്തിന്റെ ഒക്കെ അതിനെയൊക്കെ അനുഭവിക്കുന്നവരാണ്. സാക്ഷാൽ അനുഭവശാലികളാം. നമ്മൾ അനുഭവസ്ഥന്മാരാണ്. എങ്ങനെയാണ്? ഓർക്കിൽ ആരും. നമ്മൾ കൃത്യമായി ഇതിനെ ഓർത്തു നോക്കിയാൽ അത് നമ്മുടെ ഒരു വെറും ഒരു ഓർമ്മ അല്ല. ഓർക്കിൽ എന്ന് ഇവിടെ പറയുമ്പോൾ അത് വെറും ഒരു ഓർമ്മയെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ പുറകിലേക്ക്, നമ്മുടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ഈ ജീവിതത്തിൽ, ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മങ്ങളിലും ഒക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ ജന്മത്തെക്കുറിച്ചുള്ള അറിവുകൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. മറ്റേതൊക്കെ നമ്മൾക്ക് അറിയുന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടില്ല. അപ്പോ ഇവിടെ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കിയാൽ നമ്മൾ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അതായത് നമ്മുടെ ഗാഠ നിദ്രയിൽ, അവിടെ ഈ ശരീരവുമില്ല, മറ്റ് എന്റേതെന്നുള്ളതില്ല, അത് എനിക്ക് വേണമെന്ന് തോന്നാറില്ല, ഒന്നുമില്ല. പരിപൂർണമായിട്ട് മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഒക്കെ ഇല്ലായ്മ, അവിടെ പരിപൂർണമായിട്ട് അത് ലയിച്ചു പോയിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി അവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴോ ഈ മനസ്സും ബുദ്ധിയും ഒന്നും ഇല്ല അവിടെ ബോധപൂർവം, നമുക്ക് ധ്യാനത്തിലൂടെ ബോധപൂർവം നമുക്ക് ആ ഒരു തലത്തിലേക്ക് എത്താം. പക്ഷെ അങ്ങനെ അല്ലാതെ തന്നെയും നമ്മൾ നമ്മുടെ ജാഗ്രതും സ്വപ്നവും അല്ലാതിരിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ഒരവസ്ഥയാണ് ഈ ഗാഠനിദ്ര. ആ ഗാഠനിദ്രയിൽ ഇതുപോലെയാണ്. അത് പ്യുവറായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള ആ ചൈതന്യം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ്. അതിൽ നിന്നാണ് നമുക്ക് ആനന്ദമുണ്ടായത്, സുഖമുണ്ടായത്. നമ്മളോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, നല്ല ഗാഠമായിട്ടുള്ള ആഴത്തിലുള്ള ഉറക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും സൂപ്പറായിരുന്നു, സുഖമായിട്ട് ഉറങ്ങി. പക്ഷേ അതെങ്ങനെയാണ് പറയുന്നത്? എവിടെ ഇരുന്നിട്ടാണ് പറയുന്നത്? പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുന്നില്ല. അപ്പോ ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത് ഈ ജാഗ്രതത്തിലെ മനസ്സാണ്, അല്ലെങ്കിൽ സ്വപ്നത്തിലെ മനസ്സാണ്. ജാഗ്രത സ്വപ്നവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോ ഇവിടെ ഈ ജാഗ്രതും സ്വപ്നവും ദൃശ്യമായിട്ടാണ് നിൽക്കുന്നത്. അവിടെ ദൃശ്യമുണ്ട്, ദൃക്കുണ്ട്.
ജാഗ്രത അവസ്ഥയിൽ നമുക്ക് കാണാം, ദൃശ്യത്തെ നമുക്ക് കാണാം, അതുപോലെ അതിന് സാക്ഷിയായി നിൽക്കുന്ന ചൈതന്യത്തെ. സ്വപ്നത്തിലും അങ്ങനെ തന്നെയാണ്. സ്വപ്നം എങ്ങനെ സസർജ സർവം സങ്കല്പം മാത്രയാണ്. അപ്പൊ അവിടെയും ഈ പറഞ്ഞ പോലെ ഇത് സൃഷ്ടിച്ചു കാണിക്കുകയാണ്. അപ്പൊ രണ്ട് സ്ഥലത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൃശ്യം ഒരേപോലെ തന്നെയാണ്, അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ജാഗ്രത അവസ്ഥയിൽ കുറച്ചു സമയം ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്വപ്നം കാണും. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഇത് സ്വപ്നമാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് ജാഗ്രതാണ്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ജാഗ്രതാണ്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോഴോ അപ്പോഴാണ് അത് സ്വപ്നമായിരുന്നു എന്ന് ഈ ജാഗ്രതയുടെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് ജാഗ്രതും സ്വപ്നവും തമ്മിൽ, ഈ മനസ്സുകൾ തമ്മിൽ നമ്മളെ എപ്പോഴും കൺഫ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടും, ജാഗ്രതും സ്വപ്നവും ദൃശ്യം തന്നെയാണ്. ആരുടെ ദൃശ്യമാണ്? എൻ്റെ ദൃശ്യമാണ്. ഈ തനുവിൽ അമർന്നിരിക്കുന്ന ശരീരിയുടെ ദൃശ്യമാണ്. പക്ഷെ അത് തെറ്റായി ധരിച്ചിരിക്കുകയാണ്, ഇതെന്റെയാണ്. ആ തെറ്റായിട്ടുള്ള ധാരണയെ മാറ്റുക എന്നുള്ളതാണ് ഇവിടെ മഹർഷി ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഓരോന്നിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ്, നിരീക്ഷിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. നിരീക്ഷിക്കാത്തിടത്തോളം കാലം അത് അന്ധമായിട്ടുള്ള വിശ്വാസം, ആചാരം, അനുഷ്ഠാനം, ഇതിലൂടെ അതിങ്ങനെ കടന്നു പോകും. ഒരിക്കൽ പോലും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴോ നമ്മൾ എന്തിൻ്റെയൊക്കെയോ അടിമകളായി, എന്തിൻ്റെയൊക്കെ വിശ്വാസികളായി, സ്വാതന്ത്ര്യമില്ലാത്തവരായി നമ്മൾ ജീവിച്ച് മരിച്ചു പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു നഷ്ടം, ഒരു മഹത്തായ നഷ്ടം വരുത്തിക്കൊണ്ട് ഈ ജീവൻ എന്തിനു ഇവിടുന്ന് കടന്നു പോകണം? അപ്പോ ഏറ്റവും പെട്ടെന്ന് ഇതിനെ ഈ സത്സംഗത്തിലൂടെയൊക്കെയാണ് നമുക്ക് ഇതിന്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ സത്യത്തെ തിരിച്ചറിയാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന ആ ശത്രുക്കളെ മാറ്റി ഇതിനെ നമ്മൾ സാക്ഷാത്കരിക്കുക. അത് മാത്രമേ ഇതിന് പോംവഴിയുള്ളൂ. അല്ലാതെ നമുക്ക് വേറൊരാൾക്ക്, അപ്പോ ഏത് വലിയ മഹാഗുരുവായാലും ആ ഗുരുവിന് വഴി കാട്ടിത്തരാനേ പറ്റുള്ളൂ. ഇപ്പൊ ജ്ഞാനമാർഗത്തിൽ, ഇപ്പൊ നമ്മൾ ആത്മോപദേശ ശതകം പഠിക്കുമ്പോൾ അത് ജ്ഞാനത്തിനാണ് പ്രാധാന്യം. അവിടെ യോഗത്തിനോ കർമ്മയോഗത്തിനോ ഭക്തിയോഗത്തിനോ വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം അതിനെ ആ തലത്തിൽ അത് ഓക്കെയാണ്. പക്ഷെ ഇവിടെ ജ്ഞാനത്തിന്റെ തലത്തിൽ ഇത് രണ്ടും കൂടി ചേരേണ്ട ആവശ്യമില്ല, ചേരത്തൂല. അതുകൊണ്ട് തന്നെയാണ് അത് തനിയെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഈ രീതിയിൽ കൂലങ്കഷമായി നമ്മൾ അരിച്ചു പറക്കി നമ്മളിങ്ങനെ ഓരോന്ന് മനസ്സിലാക്കി വരുമ്പോൾ ഇവിടെ സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ആ ചൈതന്യം, അതിനെ തേടിയാണ്, അതിനെ ദൃശ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടലിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. ഇപ്പൊ യോഗ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ സവികൽപ്പ സമാധിയിലേക്കും ഒക്കെ എത്തിപ്പെടുക എന്നുള്ളത്, സവികൽപ്പവും നിർവികൽപ്പ സമാധി, ഇതിലേക്കൊക്കെ എത്തുക എന്നുള്ളത് ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അപ്പോ ഇത്ര സമയം ഞാൻ നിർവികൽപ്പ സമാധിയിലായിരുന്നു എന്ന് ആ മഹാത്മാവ് പറയും. പക്ഷെ ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിർവികൽപ്പ സമാധിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പോൾ തന്നെ നമ്മൾ നിർവികൽപ്പ അവസ്ഥയിലാണ്. ആ ചൈതന്യത്തിന് യാതൊരുവിധ ചലനവും ഉണ്ടായിട്ടില്ല, അത് പുതുതായിട്ട് ഒന്നും ഉണ്ടാക്കി കാണിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ജീവൻ എന്ത് ചെയ്യുന്നു? അതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ട് വ്യർത്ഥമായി പോവുകയാണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയുമ്പോഴോ കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും അനുഭവശാലികൾ, ഈ പരമ്പൊരുളിന്റെ
അനുഭവിച്ചാൽ. അപ്പോ ഇവിടെ യമനിയമ ആസന പ്രാണായാമാദികളിലൂടെ സമാധിയിൽ പോയ ഒരാൾ അനുഭവിക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഗാഠനിദ്രയിൽ, അല്ലെങ്കിൽ ശുദ്ധമായിട്ട് നമ്മൾ ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിനകത്തുള്ള വികല്പങ്ങള്, അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് അയാള് അതിലേക്ക് പോകുന്നു. അതിനുവേണ്ടി ഒരുപാട് പരിശ്രമം ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പരിശ്രമവും ഇല്ലാതെ അഹരഹർ ഗച്ഛന്തി ബ്രഹ്മലോകം, ബ്രഹ്മ ഏവ ബ്രഹ്മലോകം. അപ്പോ ആ ഒരു തലത്തിൽ ഈ ജീവൻ പോകുകയാണ്. അപ്പൊ നമുക്ക് ജീവൻ പോയി എന്നല്ല പറയും, അത് നമ്മുടെ പരിമിതമായിട്ടുള്ള ഈ കാലദേശങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് വാക്കുകൾ അങ്ങനെ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോ അനുഭവം എന്നുള്ളത് കാലദേശങ്ങളുടെ ഉള്ളിലുള്ളതാണ്. പക്ഷെ നമ്മളിവിടെ ആ കാലദേശങ്ങൾക്ക് അപ്പുറത്തുള്ള ആ ചൈതന്യത്തെ നമ്മൾ എന്നും നമ്മുടെ ഗാഠനിദ്രയിൽ അത് അനുഭവിക്കുകയാണ്. അപ്പൊ ഗുരു പറയുന്നു, ഇങ്ങനെ നമ്മൾ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ പരമ്പൊരുളിന്റെ, പരമാത്മാവിന്റെ, പരബ്രഹ്മത്തിന്റെ അതിനെ അനുഭവിക്കുന്നവരാണ്. ആ അനുഭവം, അതിന്റെ ആഴത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താണ്? സുഖമാണ്, സുഖസ്വരൂപം, ആനന്ദ സ്വരൂപം, അല്ലേ? അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു, എത്രയോ ത്യാഗം സഹിക്കുന്നു. പക്ഷെ എത്രയൊക്കെ ത്യാഗം സഹിക്കുമ്പോഴും ഈ അറിവ് വരാത്തിടത്തോളം കാലം എന്തുണ്ടാകുന്നില്ല? ആത്യന്തികമായിട്ട് ആ വ്യക്തിക്ക് സാക്ഷാത്കാരം ഉണ്ടാകുന്നില്ല. അപ്പോ ആത്യന്തികമായ സുഖം ഉണ്ടാകുന്നില്ല. അതിന് തടസ്സമായിട്ടുള്ളതിനെ നമ്മൾ മാറ്റുക. ഇത് മാത്രമേ കരണീയമായിട്ടുള്ളൂ. വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. അപ്പൊ നമ്മൾ സാക്ഷാത് അനുഭവശാലികളാണ്, നമ്മൾ ഈ പരമ്പൊരുളിന്റെ അനുഭവശാലികളാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഈ അതിനു മുൻപ് ഗുരു സൂചിപ്പിച്ച മനസ്സിന്റെ ഈ ഒരു തെളിച്ചം, ഇതിനകത്ത് ഈ ശരീരത്തിൽ കുടികൊള്ളുന്നത് പരിമിതമായിട്ടുള്ള ഒരു കാലദേശത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ചൈതന്യമല്ല, മറിച്ച് കാലദേശാധിവർത്തിയായിട്ടുള്ള ചൈതന്യമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ഉണരുമ്പോഴാണ് നമ്മൾ ഇത്രയും നാള് ഓർമ്മ വെച്ച നാൾ മുതൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ നമുക്ക് ഈ അറിവില്ലാതെ പോയല്ലോ എന്നുള്ള ഒരു നിരാശ നമുക്കുണ്ടാകാം. അപ്പൊ പലപ്പോഴും പലരും പറയാറുണ്ട്, ഞങ്ങള് ഇത്രയും വയസ്സ് വേസ്റ്റ് ആയി പോയല്ലോ സ്വാമി എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഇല്ല, പോയിട്ടില്ല. അത്രമാത്രം അതിനുവേണ്ടി പരിശ്രമം നടത്തിയിട്ടുണ്ട് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ. ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത എന്തോ ഒരു കുരുത്തക്കേട്, അതായത് നമ്മുടെ മനസ്സിന്റെയും ബുദ്ധിയുടെയും ഒക്കെ ചില കണക്കൂട്ടലുകൾ തെറ്റിപ്പോയപ്പോഴാണ് വീണ്ടും നമുക്ക് ജനിക്കേണ്ടി വന്നത്. പുനരഭി മരണം, പുനരഭി ജനനം എന്നുള്ള അവസ്ഥയിലേക്ക് വരേണ്ടി വന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു വീണ്ടും വരാതിരിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുമ്പോൾ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ പരമഗുരുവിനെ പോലെയുള്ള ശ്രീനാരായണ ഗുരുദേവനെ പോലെയും ചട്ടമ്പി സ്വാമികളെയും വിവേകാനന്ദ സ്വാമിയെയും രാമകൃഷ്ണ പരമഹംസരെയും രമണ മഹർഷിയെ പോലെയുള്ള മഹാത്മാക്കളെ നമ്മൾക്ക് നേരിട്ട് കാണുവാനും പഠിക്കുവാനും, അല്ലെങ്കിൽ അവരുടെ അവരുടെ ഇതിനെയൊക്കെ നമുക്ക് കിട്ടിയിട്ട്, നമുക്ക് അവരുടെ വാക്യങ്ങൾ, ഗുരുവാക്യത്തെ നമുക്ക് ലഭിച്ചിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കാതെ നമ്മൾ ചുറ്റുപാടും വെറുതെ കറങ്ങി നടക്കുമ്പോൾ, അതായത് അവിടെ ഈ ആടിനെ പോലെ, ആട് പല സ്ഥലത്തും പോയി ഓരോ കടി കടിക്കും. പക്ഷെ അതിന്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞ പോലെയാണ് പലരും പല സ്ഥലത്തു നിന്നും എന്തെങ്കിലും കിട്ടും. ഓക്കെ, അത് നല്ല കാര്യം തന്നെയാണ്. നമ്മൾ പല സ്ഥലത്തു നിന്നും പലതും നേടാൻ ശ്രമിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിന്റെ പരിമിതിയെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരാളെ കുറ്റപ്പെടുത്താതെ നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാനും പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്കിതൊരു ടാലി ആകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ ആ ഒരു സാക്ഷിഭാവത്തെ നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ജന്മത്ത് തന്നെ ഇതിന്റെ അനുഭവശാലികളാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് ഈ ശരീരത്തെ വിട്ടുകളയുവാൻ നമുക്ക് സാധിച്ചാൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോ അത് നമ്മുടെ പ്രാരബ്ധം അനുസരിച്ചിരിക്കും. നമുക്ക് ആരെയും ഉന്തി തള്ളി അതിനെതിരെ കൊണ്ടുപോകാൻ പറ്റില്ല. പല മഹാത്മാക്കളും
അവസാനം നിരാശയോടുകൂടിയൊക്കെ പറയാറുണ്ട്, ഞാൻ ഇത്രയും കാലം ഇതൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ ഈ കൃത്യമായിട്ടുള്ള ഭ്രമം, മനസ്സിന്റെ ഭ്രമം. തീർച്ചയായിട്ടും അതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ നമ്മളെല്ലാവരും അനുഭവശാലികളാണ് എന്നുള്ള ഓർമ്മ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകട്ടെ. അത് ആ ഒരു വിശകലനം, ഒരു എന്താണ് പറയുന്നത്, നീതി അത് നമുക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ തൽക്കാലം ഇവിടെ നിർത്താം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് സെഷനിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം സ്വാമിജി. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. സിനി സെൻ, ഹരി ഓം. ചോദ്യമുണ്ടോ? പ്രണാമ സ്വാമിജി, ഞാൻ സീനീസ് തന്നെയാണ് സ്വാമിയുടെ അരുവിപുരം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. നമസ്തേ, പറഞ്ഞോളൂ. ഈ നിർവികൽപ്പ സമാധിയും സവികൽപ്പ സമാധിയും ഒന്ന് വിശദീകരിച്ചു തരാം. നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത് നമുക്കൊരു വികല്പത്തോടു കൂടി, ഒരു രൂപത്തോടു കൂടി നമ്മൾ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി അത് ലയിച്ചിരിക്കുന്നതാണ്. നിർവികൽപ്പം എന്ന് പറയുന്നത് അവിടെ ശുദ്ധമായിട്ടുള്ള ചൈതന്യം മാത്രം, അതായത് മനസ്സ് മറ്റേ ഒരു രൂപത്തെ ഒന്നിനെയും ഇത് ചെയ്യുന്നില്ല, ശുദ്ധമായിട്ടുള്ള പ്യുവർ കോൺഷ്യസ്നെസ് ആയിട്ട് മാത്രം ഇരിക്കുന്ന അവസ്ഥയാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. അപ്പോ അത് അവിടെ മനസ്സില്ല, പക്ഷെ നിർവികൽപ്പാവസ്ഥയിലായിരുന്നു എന്ന് പിന്നീടാണ് പറയുന്നത്. ഈ ജാഗ്രത അവസ്ഥയിലേക്ക് വന്നതിന് ശേഷമാണ് ആ മനസ്സത് പറയുന്നത്. അപ്പോൾ ഒന്നിൽ നമ്മുടെ ധ്യാനം കഴിഞ്ഞിട്ട് സമാധിയിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു രൂപത്തിലോ ഏതിലെങ്കിലും ഒന്ന് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് അതിൽ ലയിച്ചിരിക്കുന്നതാണ് സവികൽപ്പ സമാധി. നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ ആ രൂപവുമില്ലാതെ പരിപൂർണമായിട്ട് ശുദ്ധമായ സത്ത മാത്രമായിട്ട് ആ പരമ്പൊരുൾ മാത്രമായിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പറയാം ജീവാത്മ പരമാത്മ ഐക്യത്തോടു കൂടിയിരിക്കുന്ന ആ അവസ്ഥയാണ്. നിർവികൽപ്പം ഒന്നിലും ഇല്ലാതെ നിൽക്കുന്നതും സവികൽപ്പം ഏതെങ്കിലും ഒരു രൂപത്തിൽ ധ്യാനത്തിൽ ലയിച്ചിരിക്കുന്നു. അതെ, ധ്യാനം കഴിഞ്ഞിട്ടാണ് അത് സംഭവിക്കുന്നത്. ധ്യാനത്തിൽ നമ്മൾ വളരെയധികം ശ്രമത്തോടു കൂടി, വളരെ നമ്മൾ എഫർട്ട് കൊടുത്തിട്ടാണ് ഒരു പർട്ടിക്കുലർ ഇതിലേക്ക് മനസ്സിനെ നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോ അവിടെ ഈ ധാരണയും ധ്യാനവും ഒക്കെ അതിനെ കുറച്ച് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ സവികൽപ്പ അങ്ങോട്ട് സമാധിയിലേക്ക് പോകുമ്പോൾ നമുക്കതിന് എഫർട്ട് കൊടുക്കാതെ നാച്ചുറലായിട്ട് അങ്ങ് സംഭവിക്കുകയാണ്. നിർവികൽപ്പ സമാധിയില് പൂർണ്ണമായിട്ടുള്ള, അപ്പൊ ഗുരുവിന്റേത് നിർവികൽപ്പ സമാധിയാണെന്ന് പറയില്ല. അത് രണ്ട്. അപ്പൊ ഈ ഒരു സാധാരണ മനുഷ്യന് അവിടെ എത്താൻ സാധിക്കില്ലല്ലോ നിർവികൽപ്പ സമാധിയിലേക്ക്. അല്ല, നമ്മളീ മനസ്സ് നമ്മളെ പറ്റിക്കണതാണ് നമുക്ക് എത്താൻ പറ്റില്ല എന്ന് പറയുന്നത്. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ലല്ലോ. നമ്മള് പല പല പ്രാരബ്ധങ്ങളിൽ പെട്ട് ഇങ്ങനെ ഇതാണ് അതാണെന്നൊക്കെ പറയാം. നമുക്ക് തീവ്രമായിട്ടുള്ള ഇച്ഛയുണ്ടെങ്കിൽ ആർക്കും പറ്റുമെന്നാണ് ഇപ്പൊ ഗുരു പറയുന്നത്. സാക്ഷാൽ അനുഭവശാലികളാ. നാമും ദൈവവും ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ അവസ്ഥ അല്ലെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഗദ്യകൃതിയിൽ പറഞ്ഞിട്ടുള്ള പോലെ, അതാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. അതെ. അപ്പൊ സമാധി മഹാസമാധിയും തമ്മില് അത് ഈ ശരീരം വിട്ട് കളയുമ്പോൾ മാത്രമാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. മഹാസമാധി എന്ന് പറഞ്ഞാൽ ഈ ഉപാധിയായിട്ട് ഈ ശരീരം നമ്മുടെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിനെയും കൂടി അത് വിട്ട് കളയുമ്പോൾ ഉണ്ടാകുന്ന അതിനെയാണ് മഹാസമാധി എന്ന് പറയുന്നത്. ശരീരത്തിൽ ജീവൻ മുക്തനായിട്ട് ഇരിക്കുമ്പോ സമാധി, ശരീരം വിട്ട് കളയുമ്പോൾ നമുക്ക് മഹാസമാധി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഹരിയോം സ്വാമിജി. ഈ മതങ്ങൾ എല്ലാം സെയിം ആണെന്ന് പറയുമ്പോ സമ്മറി അതിന്റെ ഞാനിപ്പോ ഓർക്കുന്നത് ചട്ടമ്പി സ്വാമികൾ എഴുതിയ ക്രിസ്തു മതഛേദനം, അങ്ങനത്തെ ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. ചട്ടമ്പി സ്വാമി നാരായണ ഗുരുവിന്റെ ഒരു ഗുരുവായിരുന്നു എന്നാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ എങ്ങനെയാണ് അതേപോലെ രാമകൃഷ്ണ പരമഹംസർ എല്ലാ മതങ്ങളും
പ്രാക്ടീസ് ചെയ്ത് ഒന്നാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ വിവേകാനന്ദൻ അത് അങ്ങനെ എക്സാക്റ്റ് ആയിട്ട് പറയുന്നില്ല. ഹിന്ദു മതം തന്നെയാണ് എല്ലാ മതത്തിന്റെ മാതാവും, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ മതങ്ങളുടെ സാരാംശം, സമ്മറി എല്ലാം സെയിം ആവുന്നത്? അദ്വൈത കോൺസെപ്റ്റ് ഏതെങ്കിലും വേറെ ധർമ്മത്തിലുണ്ടോ, വേറെ മതത്തിലുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഒന്ന്, ഗുരുവിന്റെ ഗുരുവാണ് ചട്ടമ്പിസ്വാമി എന്നുള്ളത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഗുരുവും ചട്ടമ്പിസ്വാമിയും ഒരു ഗുരുവിന്റെ അടുത്ത് യോഗ പഠിക്കാൻ പോയിട്ടുണ്ടെന്നുള്ളതാണ്. അവര് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, അല്ലാതെ അവര് തമ്മിൽ ഗുരു ശിഷ്യനല്ലായിരുന്നു. അങ്ങനെ തെറ്റായ ധാരണ കിടപ്പുണ്ട്. അപ്പൊ അത് ഈ ശിഷ്യന്മാര് പറഞ്ഞു പരത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് കൂടുതലോ കുറവുകളോ ഒന്നും വരുന്നില്ല. അവര് ഗുരുഭായിമാരാണ്. തൈക്കാട്ട് അയ്യാവിന്റെ അടുത്ത് അവര് യോഗ പഠിക്കാൻ പോയപ്പോൾ ഉള്ള സതീർത്ഥരാണ്. പിന്നെ സനാതനമായിട്ടുള്ള ഈ സത്യം, ഈ ഈ അദ്വൈതം എന്ന് പറയുന്ന, ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൽ മാത്രമാണ് ആ ഒരു തലത്തിലേക്ക് വന്നിട്ടുള്ളത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിന്റെയും സത്ത ഒന്നാണെന്ന് പറയുന്നത്. മറ്റുള്ളത് ഇപ്പൊ ചട്ടമ്പിസ്വാമികള് അന്ന് ക്രിസ്തുമത ഛേദനം എഴുതിയത് അന്നത്തെ ഈ മതത്തിന്റെ അതിപ്രസരം, ഈ ക്രിസ്തുമതം അടിച്ചേൽപ്പിച്ച ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട്. നേരത്തെ ഗുരു പറഞ്ഞതുപോലെയാണ്, ഈ ഒരാളുടെ മതം മാത്രമാണ് ശരി. അപ്പോ അവിടെ നമ്മൾക്ക് അന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ ഈ ജാതിയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ജാതിയുടെ ആ പ്രശ്നത്തെ ക്രിസ്തുമത പാതിരിമാര് അല്ലെങ്കിൽ അതിന്റെ മിഷണറിമാര് അവരുടെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത്രയും ഉദാത്തമായിട്ടുള്ള സനാതന ധർമ്മം അല്ലെങ്കിൽ സനാതന സംസ്കാരം ഇവിടെ ഉള്ളപ്പോ തന്നെയാണ് നമ്മുടെ കൂടെയുള്ള ആളുകളെ ജാതിയുടെ പേരും പറഞ്ഞ് ആട്ടി അകറ്റുന്നു. അപ്പൊ അതൊരിക്കലും ആ പറയുന്നവര് ഇതിന്റെ സത്ത ഉൾക്കൊണ്ടിട്ടില്ല. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നത്, എല്ലാത്തിലും സർവം ഖലിതം ബ്രഹ്മ എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ ഉടമകൾ എങ്ങനെയാണ് മറ്റവരെ മാറ്റി നിർത്തുന്നത്? അങ്ങനെ മാറ്റി നിർത്തിയപ്പോഴാണ് അവര് ആ മതത്തെ, ക്രിസ്തു മതത്തെ, അതിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് അവര് കൊണ്ടുവന്നു. അപ്പൊ അത് ഒരുപക്ഷെ അത്ര ഭീകരമായപ്പോഴാണ് ചട്ടമ്പിസ്വാമികള് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. കാരണം അങ്ങനെ ഒരു ക്രിസ്തു എന്ന് പറയുന്ന അതിന്റെ കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ എഴുതേണ്ടി വന്നു, അത് ഫോഴ്സ്ഫുള്ളി. കാരണം സമ്മർദ്ദം, അത്രമാത്രം സാഹചര്യ സമ്മർദ്ദം കൊണ്ട് സ്വാമിജി എഴുതിയതായിരിക്കണം. അല്ലാതെ അവരോടുള്ള ആ ഒരു ഇതിനെ തെറ്റായിട്ടെന്നുള്ളതല്ല. അപ്പൊ എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ചിലര് അത് മാത്രം ശരിയെന്ന് പറയും, മറ്റുള്ളവനെ അത്രമാത്രം മോശമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതികരിക്കേണ്ടി വരും. കാരണം അതിപ്പോ നമ്മൾ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ എത്രയും ക്ഷമിക്കുമ്പോൾ ആ ക്ഷമ നമ്മുടെ ബലഹീനതയാണെന്ന് കാണുമ്പോഴോ അതൊരു പരിധി കഴിയുമ്പോൾ ചിലപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. അപ്പൊ അത് എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഭാരതം എപ്പോഴും ക്ഷമയുടെ ഒരിതായിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ സഹി കെട്ട് കഴിയുമ്പോൾ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. അത് ഏതിനകത്തായാലും അങ്ങനെ തന്നെ വരും. ഹരിയും സ്വാമിജി. സ്വാമിജി. രാജലക്ഷ്മിയൊക്കെ ചോദിച്ചോളൂ. ഹരിയും. ഹരിയാണ്. എനിക്ക് ഈ മതത്തിന്റെ കാര്യം ചോദിക്കാനായിരുന്നു. എനിക്ക് വ്യക്തമായിട്ട് എന്ത് കാര്യം ഇപ്പൊ മനസ്സിലായി. ആ മതത്തിന്റെ കാര്യം പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം. ഹരിയോ സ്വാമിജി, എനിക്ക് 46-ാമത്തെ ശ്ലോകത്തില് ഒന്ന് ഒരു വ്യക്തിയും വിശ്വാസവുമാണ്, രണ്ട് കാര്യമാണ് പറഞ്ഞ്. അപ്പൊ വ്യക്തി നശിക്കുന്നതോടുകൂടി വിശ്വാസം നശിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ മതം നശിക്കുന്നില്ലല്ലോ. വ്യക്തി നശിക്കുന്നതോടുകൂടി വിശ്വാസം നശിക്കുന്നു. എന്നാൽ വ്യക്തിയല്ല നശിക്കുന്നത്. വ്യക്തി എന്ന് പറയുന്നത് ഞാൻ എന്നൊരു ഭാവം മാത്രമാണ്, അല്ലേ? അപ്പോ അത് നമ്മുടെ കൺസെപ്റ്റ് ആണ് മാറിപ്പോകുന്നത്. മതം നശിക്കുന്നില്ല. മതം എന്ന് പറയുന്നത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, മതം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം നേടിയവരുടെ അഭിപ്രായമാണ്. റിയലൈസ്ഡ് സോളിന്റെ അഭിപ്രായമാണ്.
ക്ലിയർ ആയോ? എനിക്ക് ക്ലിയർ ആയി. ഇപ്പൊ പിന്നെ ഒരു കുഞ്ഞു സംശയം അവിടെ അവശേഷിക്കുന്ന ഇതാണ്, വ്യക്തി നശിക്കുന്നതോടുകൂടി വിശ്വാസം നഷ്ടപ്പെടുന്നു, അല്ലെ ഇല്ലാതാകുന്നു. എന്നാൽ മതം അവിടെ തന്നെ ഉണ്ട്, അതിന് നാശം സംഭവിക്കുന്നില്ല. അതാണോ സ്വാമിജി ഉദ്ദേശിക്കുന്നത്? അല്ല, അതാണോ? മതം അതല്ല. ഈ വ്യക്തി ഇവിടെ നമ്മൾ വിശ്വാസവും ഇതല്ല. വിശ്വാസം എപ്പോഴും നമ്മൾക്ക് ഒരു എന്താ പറയുന്നത്, നമ്മുടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ഓക്കെ. ആ വിശ്വാസത്തെ നമ്മൾ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ ഇന്നതുപോലെ വലം വെക്കണം എന്ന് നമ്മുടെ ഒരു വിശ്വാസമാണ്. പക്ഷെ എന്തിന് എന്ന് ആരും ചോദിക്കുന്നില്ല. അപ്പോ അവിടെ നമ്മൾ എന്തിനു വേണ്ടി എന്ന അറിവോടുകൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ഗുണമുണ്ടാകുന്നത്. അപ്പൊ ഇവിടെ മതം എപ്പോഴും ഈ റിയലൈസേഷൻ എന്ന് പറയുന്നത് അതൊരിക്കലും നശിക്കുന്നതല്ല, അത് എപ്പോഴും ഉണ്ട്. അത് ഓരോരുത്തർക്കും പുതിയതാണ്. കാരണം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടുവരുന്ന ആ സത്ത തന്നെയാണ് എൻ്റെ ഉള്ളിലും കുടികൊള്ളുന്നത് എന്നുള്ള റിയലൈസേഷൻ ആണ് സംഭവിക്കുന്നത്. അതാണ് ശരിക്കുള്ള മതം. ഗുരുക്കന്മാർ പറയുന്നത് മതം എന്ന് പറഞ്ഞാൽ അതിനെയാണ്, അല്ലാതെ നമ്മുടെ കൊച്ചു കൊച്ചു ഈഗോയിനെ അല്ല പറയുന്നത്. അത് വരുമ്പോൾ പിന്നെ വിശ്വാസങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. കാരണം ആ വ്യക്തിക്ക് ആവശ്യമില്ല, പക്ഷെ മറ്റുള്ളവർക്ക്, ഇപ്പൊ ഗുരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഗുരു ആത്മസാക്ഷാത്കാരത്തിന് ശേഷം, സെൽഫ് റിയലൈസേഷന് ശേഷമാണ് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത്. അപ്പൊ ഗുരുവിന്റെ ആവശ്യമല്ല അത്, മറിച്ച് ഈ അടിച്ചമർത്തപ്പെട്ട ജാതിയുടെയും മറ്റു പലതിന്റെയും പേരിൽ കിടക്കുന്ന ജനങ്ങളെ, പ്രത്യേകിച്ച് താമസികമായിട്ടുള്ള ഉപാസന ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സാത്വികമായിട്ടുള്ള ഭാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവരുടെ ബുദ്ധി ഉണർന്നു വന്ന് അവർക്ക് ഈ പരമമായിട്ടുള്ള സത്യത്തിലേക്ക് എത്താനുള്ളൊരു വഴിയാണത്. മറ്റേത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂല. തമോ ഗുണത്തിൽ ഇപ്പോഴും നമുക്ക് കാണാമല്ലോ, നമ്മുടെ ചുറ്റുപാട് എത്രയോ ആളുകളാണ് വെറും അമ്പല വിശ്വാസമായിട്ടിരിക്കുന്നത്. അവരില് ഈ കാമക്രോധ ലോഭ മോഹാദികള് മാറുന്നില്ലല്ലോ, അതങ്ങനെ ഇപ്പോഴും ശക്തമായിട്ട് കിടക്കുകയാണ്. അപ്പോ നമ്മുടെ ഒരു സ്വാമിജി ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ഭഗവത്ഗീത ജ്ഞാനയജ്ഞം നടത്തിയപ്പോ ഈ ക്ലാസ്സുകൾ മൊത്തം കഴിഞ്ഞു. പക്ഷെ ഒരമ്മയുണ്ടായിരുന്നു, ആ അമ്മ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിക്കൊണ്ടിരുന്ന. ഈ സ്വാമിജിയുടെ ക്ലാസ് കാരണം കൊണ്ട് അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ അവസാനം സ്വാമിയോട് ചോദിക്കുകയാണ്, ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നതാണ്, ഈ പ്രാവശ്യം സ്വാമിജിയുടെ ക്ലാസ് കണ്ട് പോകാൻ പറ്റിയില്ല, എനിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാവുമെന്ന് ചോദിക്കുന്നു. നമ്മൾ അതിന് എന്ത് മറുപടി പറയും? ആ പാവത്തിന് ഈ ഭഗവത്ഗീത, ഈ അറിവ് ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി ആയില്ല, അതിനാണ് യോഗ്യത ഇല്ലാതായിപ്പോയി. അപ്പൊ അവർക്ക് ഇപ്പോഴും അവിടെ പോയി നിവേദ്യം ഉണ്ടാക്കണം, കൊടുക്കണം, അതിലാണ് അവർ നിൽക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് ഇനിയും കുറെ സമയം എടുക്കും, പക്ഷെ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഭഗവത്ഗീത അല്ലെങ്കിൽ ജ്ഞാനം, അറിവ് നമുക്ക് സമ്പാദിക്കണമെങ്കിലും ആ രീതിയിൽ നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യണ്ടേ? അതാണ് ഇവിടുത്തെ. അപ്പൊ വിശ്വാസം അതിനൊരു പരിധിയുണ്ട്. നമ്മൾ എന്നും 1-ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുകയല്ല, നമ്മൾ അടുത്തതിലേക്ക് പോകണം. അപ്പൊ നമ്മുടെ മഹർഷിമാർ അതിനുള്ള വഴികൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വളരുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ ഏറ്റവും ഉദാത്തമായിട്ടുള്ള തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഹരിയോം സ്വാമിജി. സ്വാമിജി, ഒരു കുഞ്ഞു കാര്യം കൂടി. മറ്റേ പുറകിലുള്ള ശ്ലോകത്തില് മതം മാറുന്നെന്ന് പറഞ്ഞു. മതം മാറാള് അവരുടെ ആ പ്രസന്റേഷനിൽ അല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസിൽ വരുന്ന വസ്ത്രധാരണത്തിലുള്ള വ്യത്യാസവും അവർക്ക് അന്തരാത്മാവ് ചേഞ്ച് വരുന്നില്ലല്ലോ മതം മാറുന്നത് കൊണ്ട് സ്വാമിജി. അവരുടെ അന്തരാത്മാവിലുള്ള ആ ഒരു അറിവ് മാറുന്നില്ലല്ലോ. പലരും മതം മാറുന്നു, മറ്റൊരു മതത്തിലേക്ക് മാറുന്നു. അതെ, അങ്ങനെ വരുമ്പോ അവര് എന്താണ് വസ്ത്രധാരണത്തിലുള്ള ഒരു ചേഞ്ച് അല്ലെ പേരിലുള്ള ഒരു മാറ്റം, ഇതല്ലേ സംഭവിക്കുന്നുള്ളൂ? അത്രേ ഉള്ളൂ. അത് മതം മാറുന്നതല്ല, അവർക്ക് ചില ആശയങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതല്ലാതെ അതിന്റെ സത്ത അവർ മനസ്സിലാക്കിയിട്ടല്ല. താൽക്കാലികമായിട്ട് എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കിട്ടുന്നത് കൊണ്ട് അവർ മതം മാറുന്നതാ.
അല്ലാതെ ഈ മതത്തിന്റെ സത്ത മനസ്സിലാക്കിയിട്ട് അതിനുപേക്ഷിച്ച് പോകുന്നല്ല. ഇതിനെ അറിയത്തുമില്ല, മറ്റേത് പഠിച്ചിട്ടുമില്ല. പക്ഷെ അവര് ചില പ്രലോഭനങ്ങൾ കൊടുക്കുന്നു, അതിലേക്ക് മാറിപ്പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ വേറെ ആത്യന്തികമായിട്ട് അവർക്ക് ഗ്രാജുവലായിട്ട് അവർ അത് മാത്രമാണ് ശരിയെന്നുള്ള രീതിയിലേക്ക് അവർ മാറുകയും ചെയ്യും. കാരണം അവർക്ക് പണം കിട്ടുന്നുണ്ട്, അതിനുള്ള സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ പോകുന്നു. പക്ഷെ നമ്മുടെ ഈ സനാതനമായിട്ടുള്ള ധർമ്മത്തെ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരങ്ങനെ മാറില്ല. ഹരിയോം, സമയമായിരിക്കുന്നു. ഹരിയോം ഇ വി നാരായണ ചോദിച്ചോളൂ. ഹരിയോം. ഹരിയോം സ്വാമിജി, ഓ ഒരു ചെറിയ സംശയം ചോദിക്കാണ് സ്വാമിജി. ഓ നമ്മളിപ്പോ വളരെ ഉദാത്തമായ സനാതന ധർമ്മം എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ മതത്തിൽ വന്ന വ്യത്യാസങ്ങൾ, ഉദാഹരണത്തിന് ചുടല ഭസ്മം വാരി തേക്കുന്ന നാഗസന്യാസിമാരും ഇതിലുണ്ട്. പിന്നെ അമ്പലത്തിലെ പശുവിനെയും പോത്തിനെയും അറക്കുന്ന ഹിന്ദുക്കളുണ്ട്. വളരെ വളരെ നോളേജബിൾ ആണെങ്കിലും തമ്മിൽ കണ്ടുകൂടാത്ത ശൈവൈറ്റ്സും വൈഷ്ണവൈറ്റ്സും നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇതൊക്കെ വരാനുള്ള കാരണം എന്തായിരുന്നു സ്വാമി? എന്താണ് ആയിരുന്നു എന്നല്ല, എന്താണ്? അല്ല, വളരെ സിമ്പിൾ ആണ്. നമുക്ക് അറിവില്ലാത്തത് കൊണ്ട്. ഇത്രയും നോളേജബിൾ ആയിട്ടുള്ള പിന്നെ അവർക്ക് അല്ല, അവരാ നോളജ് ഇപ്പൊ കാഞ്ചീപുരത്ത് പോയി കഴിഞ്ഞാല് ശിവകാഞ്ചിയും വിഷ്ണു കാഞ്ചിയും ഉണ്ട്. ശിവക്ഷേത്രത്തിന് മുന്നിലൂടെ പോയാൽ വൈഷ്ണവരായിട്ടുള്ളവർ അവിടെ തിരിഞ്ഞു നോക്കത്തില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, എനിക്കറിയാം. അപ്പോ ആ വിഷ്ണു പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ ശൈവ സിദ്ധാന്തം എന്താണ് എന്ന് അതിന്റെ സത്ത അവർ മനസ്സിലാക്കിയിട്ട് അവർ കാണാതെ പഠിച്ചിട്ടേ ഉള്ളൂ. അവര് ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നവരാ. അതുകൊണ്ട് അവരെ അറിവുള്ളവരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവര് പണ്ഡിതം മന്യമാനന്മാരെന്നാ പറയുന്നത്. അവര് പണ്ഡിതരാണ് എന്നുള്ള ഭാവത്തിൽ നടക്കുന്നവരാണ്. അതിന്റെ സത്ത ഉൾക്കൊണ്ടവരല്ല. സത്ത ഉൾക്കൊണ്ടവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പോ നമ്മുടെ ഒരു എങ്ങനെ അല്ല, ഇത്രയും സ്കോളർലി ആയിട്ടുള്ള എത്രയോ വൈഷ്ണവേറ്റ്സും പിന്നെ അതിന്റെ ഏറ്റവും അഗ്രഗണ്യന്മാരായിട്ടുള്ള അവര് വരെ ഇങ്ങനെ മണ്ടത്തരം പറയുന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, അവര് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ, നമ്മൾ വിശ്വസിക്കുന്നത്. അതൊരു ഫാക്ട് അല്ലേ. അവര് പറഞ്ഞു കൂട്ടുന്നതെല്ലാം തെറ്റാണ്. നമുക്ക് അതാണ് ഈ പറയുന്നത്. അവര് വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്നു, കുറെ ശ്ലോകങ്ങൾ ചൊല്ലുന്നു, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേൾപ്പിക്കുന്നു എന്നുള്ളതല്ലല്ലോ വിഷയം. ഒരു കൊച്ചുകുട്ടി പോലും പറയുന്നത് ശരിയാണ് എങ്കിൽ അതിനെ ശ്രദ്ധിക്കണമെന്നാണ് നമ്മുടെ അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരുടെ സ്വാർത്ഥത കൊണ്ട് അവരത് അംഗീകരിക്കത്തുമില്ല. അവര് അതിന്റെ ആഴങ്ങളിലേക്ക് പോവുകയില്ല. അതാണ് ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് നമുക്ക് എല്ലാ മേഖലകളിലും കാണാൻ പറ്റും. പ്രത്യേകിച്ച് ആധ്യാത്മികമാരും പേര് ഇതിനകത്തൊക്കെ ഈ നാഗസന്യാസിമാരൊക്കെ അവര് ഈ പണ്ട് നമ്മുടെ ആദിശങ്കരാചാര്യര് ഈ സന്യാസിമാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാക്കിയ ഒരു ഫോഴ്സാണ്, ഒരു സേനയാണ് ഈ പറഞ്ഞ പോലെ നാഗസന്യാസിമാര്. അവര് ഇതുപോലെ സാധന ചെയ്യുകയോ ഇതുപോലെ കാര്യങ്ങൾ പഠിച്ചവരല്ല. അവര് പക്ഷെ ഒരു ആധ്യാത്മികതയുടെ പരിവേഷം കൊണ്ട് ഭസ്മമൊക്കെ പൂശി നടക്കുന്നു. പിന്നെ അഘോരികൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ആളുകളുണ്ട്. അവരുടെ സാധന തമോ ഗുണ പ്രധാനമാണ്. അവര് ശ്മശാനത്തിലും അതുപോലെ ശവാരാധന അങ്ങനെയൊക്കെയുള്ള വേറെ ഇതുണ്ട്. ഈ ഭാരതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഡിഫറെന്റ്, അതെല്ലാം ഓരോ മതങ്ങളാണ്. ശൈവരും നമ്മുടെ ശാക്തേയരും വൈഷ്ണവരും എന്നൊക്കെ പറഞ്ഞിട്ട് പല പല വിഭാഗങ്ങളിലുണ്ട്. അപ്പോ അതെല്ലാം ഭാഗികമായിട്ട് ഓരോ ചെറിയ സർക്കിളിൽ നിൽക്കുകയാണ്. അതിനെ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ശുദ്ധമായിട്ടുള്ള അദ്വൈത സിദ്ധാന്തം നിലനിൽക്കുന്നത്. അവിടെയും ഈ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതൊക്കെ സ്വാർത്ഥതയിൽ നിന്ന് ഉടലെടുത്തതാണ്. അല്ലാതെ മഹർഷിമാരത് പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. മഹർഷിമാർ എപ്പോഴും ഇത് ആൾക്കാരുടെ കുഴപ്പമാണോ, അല്ല നമ്മുടെ സനാതന ധർമ്മത്തിന് തന്നെ വല്ല ഷോർട്ടേജ് ഉണ്ടോ? ഇല്ല. സനാതന ധർമ്മത്തിന് ഒരു കുഴപ്പമില്ല. അത് ഇത് മനസ്സിലാക്കുന്ന ആളുകളുടെ കുഴപ്പമാണ്. അവര് ഭാഗികമായിട്ട് അവരുടെ ഇഷ്ടത്തിന് ചിലത് സ്വീകരിക്കുന്നു, മറ്റുള്ളതിനെ തള്ളിക്കളയുന്നു. അത് സനാതന അറിവിന്റെ കുഴപ്പമല്ലല്ലോ. ഇപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ സൂര്യനിൽ ഇരുട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പൊട്ടക്കണ്ണന്മാരാണെങ്കിൽ നമ്മൾക്ക് അത് വിശ്വസിക്കാം. പക്ഷെ കണ്ണുള്ളവർക്ക് അതാണ്, നമുക്ക് അറിവുണ്ടാവണമല്ലോ. നമുക്ക് അറിവില്ലെങ്കിൽ അവര് പറയുന്നത് നമ്മൾ വിശ്വസിച്ച് അന്ധമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അതാണ് പ്രശ്നം.
ഹരിയോം. ശരി, ഹരിയോം. സമയം കുറവാണ്, ഇന്നത്തെ അതുകൊണ്ട് സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ആ, എല്ലാവരും മ്യൂട്ടിലിരിക്കാം. ഓക്കെ. നമുക്ക് ശാന്തിമന്ത്രം ചൊല്ലി ഇന്നത്തെ ദ്വൈതാമൃത 31ാമത്തെ ആഴ്ച ഇവിടെ പൂർണ്ണമാക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.